നമസ്കാരം. നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുമ്പോൾ മെയ് മാസം 21 അതികഠിനമായ ഒരു വരൾച്ച അല്ലെങ്കിൽ ഒരു വേനൽക്കാലം കഴിഞ്ഞിട്ടാണ് മഴക്കാലം വരുന്നത്. ഈ മഴക്കാലം തുടങ്ങുന്നതിന് വളരെ മുന്നേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ അവിടെ നഗരത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ചെറിയ പ്രശ്നം, അത്ര വലിയൊരു പ്രശ്നമല്ല, പക്ഷേ എങ്കിലും അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓടകൾ വൃത്തിയാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ ഭീമാപള്ളി അല്ലെങ്കിൽ പിന്നെ വെട്ടുകാട് പോലുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ഒക്കെ ഇന്നലെ പോയി മേയറൊക്കെ കണ്ടു. പ്രധാനപ്പെട്ട ആമേഴഞ്ചാ തോടിൻ്റെത്, പാർവതി പുത്തനാർ, ഇതിൻ്റെയൊക്കെ ഫ്ലഡൊക്കെ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടക്കുന്നു. അപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ദുരന്തം ഇപ്രാവശ്യവും ആവർത്തിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സാധാരണ ഓട, ഈ നമ്മുടെ റോഡുകളുടെ സൈഡിൽ കിടക്കുന്ന ഓടകൾ, അതിൽ മഴക്കാലത്ത് ധാരാളം മണ്ണ് അടിയാറുണ്ട്. മണ്ണിനോടൊപ്പം തന്നെ ആളുകൾ ഇടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചപ്പ് ചവറുകളും വീഴാറുണ്ട്. ഇതിൻ്റെ ബ്ലോക്കാണ് ഈ പല കുഞ്ഞു കുഞ്ഞു റോഡുകളിലൊക്കെ ഈ വെള്ളക്കെട്ടുണ്ടാക്കുന്നത്. എന്നാൽ വെള്ളം ഒരു ദിവസം ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ നിന്ന് വെള്ളത്തിൻ്റെ സ്പീഡ് കുറയുമ്പോൾ കിട്ടുന്ന വഴി കൂടി വെള്ളം പോകും. പക്ഷെ സുഗമമായി വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം ഇല്ല. അങ്ങനെയാണ് പണിതത്. പക്ഷേ ഞാൻ ഈ പറയുന്ന ചപ്പുചവറുകളും മാലിന്യങ്ങളും മണ്ണും അടിഞ്ഞാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ ചെയ്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി, കഴിഞ്ഞ പല റോഡുകളിലും, ഇപ്പോൾ സിറ്റിക്കകത്തൂടെ സഞ്ചരിക്കുമ്പോൾ പല റോഡുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു. ഈ ഓടകളിൽ നിന്ന് വാരുന്ന മണ്ണ് അതിൻ്റെ തൊട്ടടുത്ത് വച്ചേക്കും, അതിൻ്റെ മുകളിൽ തന്നെ വച്ചേക്കും. എന്താ സംഭവിക്കുക? അപ്പോൾ തന്നെ അത് മാറ്റാതിരുന്നാൽ അതിൽ നല്ലൊരു ഭാഗം തൊട്ടടുത്ത മഴയത്ത് ഒഴുകി അതേ ഓടയിൽ തന്നെ വീഴും. ഇത് പരമ്പരാഗതമായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ട്? ഈ ഓടയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് അപ്പോൾ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 1 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് കൊണ്ടുപോകണം. ഇതിനുള്ളൊരു നടപടി എല്ലാ വാർഡിലും സമാന്തരമായി നടക്കാനില്ല എന്നുള്ളത് വലിയൊരു നിരീക്ഷണമാണ്. അങ്ങനെ നടക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഈ വരുന്ന അധിക മണ്ണ്, നമ്മൾ പുറത്തെടുത്ത് വയ്ക്കുന്ന മണ്ണ് അതുപോലെ അകത്ത് വീഴും. അത് തൊട്ടടുത്ത മഴയത്ത് അതിനേക്കാൾ ശക്തിയായിട്ട് അത് അകത്ത് വീഴും. അകത്ത് വീണ് കഴിഞ്ഞാൽ വീണ്ടും 2 ദിവസം കൊണ്ട് അത് ബ്ലോക്കേജ് ആവും. ഇതൊരു വലിയ പ്രതിഭാസമാണ്. എന്തുകൊണ്ട് നമ്മളെ കരാർ എടുക്കുന്നവർക്ക് അത് കഴിയുന്നില്ല എന്നുള്ളത് വാർഡ് തലത്തിൽ കൗൺസിലർമാർ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ്. കൃത്യമായി മോണിറ്റർ ചെയ്യണം. കാരണം പ്രവർത്തനം ആരംഭിച്ചല്ലോ. എന്തായാലും വലിയ വലിയ തോടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ചെറുതും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലെയും ഇത്തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാലാകാലങ്ങളായി 1 ലക്ഷം രൂപയാണ് ഒരു വാർഡിന് അനുവദിക്കുന്നത്. 100 വാർഡിന് ഓരോ ലക്ഷം രൂപ അത് അനുവദിക്കും. ഇപ്പോൾ അതിൻ്റെ തുക കൂട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ എന്തായാലും മിനിമം 1 ലക്ഷം രൂപ, അതിനേക്കാൾ തുക കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പണത്തിനല്ല തടസ്സം. ഇനി സാങ്കേതികമായി ആളുകളുടെ കുറവുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യണം, കൂടുതൽ കോൺട്രാക്ടർമാരെ ഹയർ ചെയ്യണം, വാഹനങ്ങൾ ഹയർ ചെയ്യണം. ഇത് നടക്കേണ്ടത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിലാണ്. ഞാനിത് പറയാൻ കാരണം, ഇനി ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ശക്തമായ മഴ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന മഴ ഇപ്പോൾ കരയിൽ കോരി വച്ചിരിക്കുന്ന ചപ്പുചവറുകളും മണ്ണും മാറ്റാതിരുന്നാൽ നിർബന്ധമായും അത് അതേ ഓടയിൽ തന്നെ വീഴും. ഇരട്ടിയായിരിക്കും ജോലി. അതായത് ഒരിക്കൽ വാരി വെച്ചു, അത് തന്നെ താഴേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ വാരി വെച്ചതിനുള്ള പൈസയും കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇനി അടുത്ത് വാരാനുള്ള പൈസയും കൊടുക്കണം. ഇരട്ട ദുരന്തമാണ്. വാരി വെച്ചതിനൊരു പൈസ കൊടുത്തല്ലോ, കരയിലോട്ട് വാരി വെച്ചതിനൊരു പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കരാർ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വീണാൽ വീണ്ടും വാരി വയ്ക്കുന്നതിന് വീണ്ടും കരാർ കൊടുക്കണം. ഇതാണ് ഇരട്ട ദുരന്തം. ഇത് കാലാകാലങ്ങളായി തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന ഒരു വെള്ളപ്പൊക്ക നിവാരണ രംഗത്തെ ഒരു അതീവ സൂക്ഷ്മതലത്തിലെ ഒരു ദുരന്തമാണ്. ഇത് കൗൺസിലറും മേയറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അങ്ങനെ അവിടെയുള്ള എല്ലാവരും, വളരെ പൊതുമരാമത്തിൻ്റെ ആളുകളെയൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, റെസിഡൻസ് അസോസിയേഷൻകാരെ കൂടി ഒന്ന് വിശ്വാസത്തിലെടുത്താൽ ഓരോ വാർഡിലും കൗൺസിലർമാർ ചെയർമാൻമാരായും അല്ലെങ്കിൽ കൺവീനർമാരായും റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ കൂടി, ആ വാർഡിലുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ കൂടി ചേർത്തുകൊണ്ടൊരു കമ്മിറ്റി എടുത്ത് അവരുടെയും കൂടെ ഒരു മോണിറ്ററിങ്ങിൽ നടന്നാൽ കുറേ കൂടി സമയബന്ധിതമായി ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തായാലും
ഒരു ദുരന്തമാണ്. ഇത് മാറ്റിക്കൊണ്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അതേ ഓടയിൽ തന്നെ വീഴാൻ സാധ്യതയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നു. ഇപ്രാവശ്യവും ഞാൻ കണ്ട 2-3 സ്ഥലങ്ങളിൽ, റോഡിൽ കണ്ട സ്ഥലങ്ങളിൽ കുറേ കൂനകൾ ഇരിക്കുന്നു. ബാക്കി കൂനകളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞ കൂനകളുടെ അളവ് തീർച്ചയായും അതേ ഓടയിൽ തന്നെയായിരിക്കും മഴയത്ത് പോയിട്ടുണ്ടാവുക. ഇത് വലിയൊരു ദുരന്തമാണ്. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് ഒരു ചടങ്ങായി മാറരുത്. അത് ഗൗരവമായി പല സ്ഥലങ്ങളിലും മേയറും ടീമൊക്കെ പ്രധാന സ്ഥലങ്ങളിൽ പോകുന്നതോടൊപ്പം തന്നെ ചെറിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അത് തൊടാതിരിക്കുക, പക്ഷേ ഒഴിവാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇട റോഡുകളിലാണ് കൂടുതലും. തിരുവനന്തപുരത്തെ ഇട റോഡുകളുണ്ട്, ചെറിയ റോഡുകളുണ്ട്. ആ റോഡുകളിലാണ് കൂടുതൽ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നത്. അത് വർദ്ധിക്കുമ്പോഴാണ് മെയിൻ റോഡിലേക്കും ഇത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒഴിവാക്കുന്നതിനും മഴക്കാലത്തെ അസുഖങ്ങൾ ഒഴിവാക്കുന്നതിനും ഇനി വേറെ ഒരു വലിയ വിഷയമുണ്ട്. അത് വളരെ വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. ഈ ഓടയിൽ കിടക്കുന്ന ഈ മണ്ണ് വാരി കരയിൽ വയ്ക്കുമ്പോൾ ആ ഓടയിൽ ഉണ്ടായിരുന്ന എല്ലാ ചപ്പ് ചവറുകളും മാലിന്യത്തിൻ്റെ വേസ്റ്റും കൂടിയാണ് കരയിൽ വാരി വയ്ക്കുന്നത്. അതിലൂടെ പോകുന്ന വാഹനങ്ങളിലുള്ള ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ, അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർ ഒക്കെ അവരെല്ലാം ആ മലിനമായ വായുവായിരിക്കും ശ്വസിക്കുന്നത്. അത് ജലസ്രോതസ്സുകളിലേക്ക് പോയാൽ വീണ്ടും ജലസ്രോതസ്സ് മലിനപ്പെടും. അസുഖങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹാർട്ടിനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നം കൂടെയാണ്. പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, ഒരു മാലിന്യ പ്രശ്നം മാത്രമല്ല, മാലിന്യത്തിൻ്റെ പോലെ തന്നെ പരിസ്ഥിതിക്കും വായുവിനും വെള്ളത്തിനും എല്ലാം ദുരന്തമുണ്ടാക്കുന്ന, ആളുകളുടെ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഗൗരവതരമായൊരു വിഷയമാണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തികളൊക്കെ അഭിനന്ദിക്കാം, പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു അഭിനന്ദനത്തിൻ്റെ ഒരു അംശമില്ല. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള മോണിറ്ററിംഗ് ഗ്രൂപ്പുകൾ വാർഡുകളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നടന്നതുപോലെ ഇത് ആർക്കും വേണ്ടാത്ത രീതിയിൽ കരയിൽ വാരിവെക്കും. അടുത്ത മഴയത്ത് അത് ഓടയിൽ വീഴും. വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ ഫ്ലഡ് വരും. ഫ്ലഡ് കൃത്യമായി വന്നിട്ട് പോകും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കരയിൽ വയ്ക്കും. ഇതൊരു ചർവണം പോലെ കാലാകാലങ്ങളായി നടന്നു വരുന്നൊരു ചടങ്ങും ആഘോഷമായി മാറും. അങ്ങനെ മാറാതിരിക്കാൻ കോർപ്പറേഷൻ വളരെ ഗൗരവമായി ഇതിനകത്ത് അടിയന്തരമായി ഇടപെടണം. ഏതെങ്കിലും ഓടയിൽ നിന്ന് ചപ്പ് ചവറുകളോ മണ്ണോ കരയിലേക്ക് എടുത്താൽ ആ സെക്കൻഡിൽ തന്നെ ലോറിയിൽ മാറ്റാനുള്ള സംവിധാനം കൂടി ചെയ്യേണ്ടതാണ്.